നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. പാവം അല്ലേ അമ്മേ? അതേടി, അവക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. വേണ്ട വേണ്ട, സിദ്ധുവിനെ ബഹുമാനിക്കാൻ കഴിയാത്തവര് എന്നെ കാണാൻ എണീക്കണമെന്നില്ല. അല്ല, നിനക്കെങ്ങനെയാ വിഷ്ണുവിനെ പരിചയം? അത് പിന്നെ എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? നമ്മളറിയാത്ത രഹസ്യങ്ങൾ എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ? ഇല്ല. അവൻ ശരിയല്ലെന്ന് സിദ്ധു ആദ്യം തന്നെ പറയുമായിരുന്നു. അവനെക്കുറിച്ച് കേട്ടപ്പോ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. അതൊക്കെ ഇപ്പൊ ശരിയായി. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ വിഷ്ണുവിന് സംഭവിച്ചത് ഇനി സംഭവിക്കാൻ പോകുന്നത് നിനക്കായിരിക്കും. എനിക്കിതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ? കല്യാണം കഴിച്ച ആളിന് പോലും എന്നെ വേണ്ട. അതിലും വലിയൊരു തകർച്ച ഏതെങ്കിലും പെണ്ണിന് വരാനുണ്ടോ? അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല. അതുകൊണ്ട് പിരിയുന്നത് തന്നെയാ നല്ലത്. എത്ര എളുപ്പത്തിൽ അച്ഛനത് പറഞ്ഞത്. പറയുന്നത് പോലെ എളുപ്പമായിരിക്കില്ല കേസ് നടത്തി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഞാൻ പരമാവധി ഫൈറ്റ് ചെയ്യും. ചെയ്തോ, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. ബാക്കി സിദ്ധു നോക്കിക്കൊള്ളു. ഒരു വഴിയും കണ്ടില്ലെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. ഒരു കത്തെഴുതി വെച്ച് ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെ പേര് ആ കത്തിലുണ്ടായിരിക്കും. ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട. നീ എന്ത് ചെയ്താലും ഇവിടെ ആർക്കും ഒന്നുമില്ല. എനിക്കെന്റെ മകന്റെ ഭാവിയാണ് വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്താ പിന്നെ സഹിക്കാൻ ഒരുങ്ങിക്കൂ. എന്റെ തിരിച്ചടികള് നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നിത്യേ, നിത്യേ, നിത്യേ. അലറി വിളിക്കണ്ട, അവളിവിടെ ഇല്ല. അവളോട് പോയി. എനിക്കെങ്ങനെ അറിയാം? ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ച സത്യം പറയുന്ന ഒരാള്. ഇപ്പൊ നിന്നെ കണ്ട അവളും പഠിക്കുന്നത്. നിന്റെ എല്ലാ കള്ളത്തിലും അവക്കുണ്ട്. എന്താ അമ്മ ഇങ്ങനൊക്കെ? അമ്മയുടെ മോളല്ലേ നിത്യ? മോളായാലും മരുമോളായാലും അമ്മമാര് പറയുന്നത് അനുസരിക്കണം. അതിന് തയ്യാറാവാത്തവരെ അങ്ങോട്ട് സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശരത്ത് എവിടെ? അവനിവിടെ ഇല്ല. എവിടെ പോയി? എനിക്കറിയില്ല. രണ്ടുപേരും ഒരുമിച്ചൊന്നും അല്ല പോയത്. ശരത്ത് പോയതിനു ശേഷം ഒരുപാട് കഴിഞ്ഞാ നിത്യ പോയത്. സാധാരണ എവിടെ പോയാലും അവളിനോട് പറഞ്ഞിട്ടാണല്ലോ പോവാറ്. പക്ഷെ ഇന്ന് പറഞ്ഞില്ല. അതെനിക്ക് പേടി. പേടിയോ? എന്തിന്? ഒന്നുമില്ല. ചോദിച്ചപ്പോ കൂട്ടുകാരിയെ കാണാൻ പോവാന്ന് പറഞ്ഞു. എനിക്കറിയാം ആ പോക്ക് അതിനല്ലെന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. കിട്ടുന്നില്ല. കോള് കണക്ട് ആവുന്നില്ല. അനുസരണയില്ല ഒരുത്തിക്കും. അതിന്റെ കുഴപ്പങ്ങളാ ഇതൊക്കെ. അവളെ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിലേ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ. നീ അവളെ ഇത്രയും വഷളാക്കിയത്. എത്ര അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു അവള്. ഞാൻ പറയുന്നത് എന്തോ അവൾ അനുസരിക്കുമായിരുന്നു. എന്ന് നീ ഇവിടെ കാലുകുത്തിയോ അന്ന് തീർന്നു അവള് ഈ വീടുമായിട്ടുള്ള ബന്ധം. എന്തിനാ അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ അന്വേഷിക്കുന്ന നിത്യയാ. നിത്യ അമ്മയുടെ മകളല്ലേ? വക മൂത്ത് നടക്കുക ശരത്ത്. അതാ എനിക്ക് പേടി. എനിക്ക് നിന്നെയാ പേടി, ശരത്തിനെയല്ല. നീയാ ശരിയല്ലാത്തത്, അല്ലാതെ ശരത്തല്ല.
മിണ്ടാതെ ഒരു ഭാഗത്ത് പോയി ഇരുന്നോണം. അവള് വന്നോളും. ആ ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴാ കോൾ ഇങ്ങോട്ട് വന്നത്. എന്താ പറ്റി? ആ ചന്ദ്രയെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കുക. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നേ. ചോദിച്ചാ തട്ടിക്കയറാൻ വരും. മനസമാധാനം പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കോടതി ഉത്തരവ് വരാൻ സമയമെടുക്കില്ലേ? ആ വിഷ്ണു അകത്തായി. എന്നിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ലെന്ന് വന്നാ എന്ത് ചെയ്യും? എല്ലാം ശരിയാവുന്നേ, സമാധാനായിട്ടിരിക്കും. ഞാനാണെങ്കിൽ വേറൊരു ടെൻഷനില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിത്യ വീട്ടിലില്ല. എവിടെ പോയി? പുറത്തെവിടെയോ പോയതാ. കൂട്ടുകാരിയെ കാണാൻ പോവാണെന്ന് അമ്മയോട് പറഞ്ഞേ. പിന്നെന്താ പ്രശ്നം? അവിടെ തന്നെയായിരിക്കും പോയത്. അതല്ല, എവിടെ പോവാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് ആകെ ഒരു സ്വസ്ഥതക്കേട്. വല്ല അപകടവും പറ്റിക്കാണുമോ എന്നൊരു. അല്ല, നെത്തി ഇപ്പോ എത്രയല്ല പഠിക്കുന്നത്? നഴ്സറിയിലോ അതോ LP-യിലോ? സിദ്ധു കളിയാക്കല്ലേ? പിന്നെ കളിയാക്കാതെ. നിത്യക്ക് ഇപ്പൊ പ്രായം എത്രയായെന്ന് തനിക്ക് വല്ല വിചാരമുണ്ടോ?